പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്തുകയാണോ എന്നതാണ് ലോകത്തുയരുന്ന പ്രധാന ചോദ്യം. US-ഇസ്രായേൽ സഖ്യത്തിന്റെ കനത്ത ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞു എന്ന് കരുതിയ ഇറാന്റെ സൈനിക ശേഷി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അതിവേഗം തിരിച്ചുവരുന്നു എന്നതാണ് പുതിയ വാർത്ത. ലോകരാജ്യങ്ങളും അമേരിക്കൻ ഇന്റലിജൻസും കണക്കുകൂട്ടിയതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് ഇറാന്റെ ഈ അവിശ്വസനീയമായ റീ എൻട്രി. ഏപ്രിൽ 8-ന് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കാലയളവിലാണ് ഇറാന്റെ ഈ രഹസ്യ നീക്കങ്ങൾ രൂപം കൊണ്ടത്. തങ്ങളുടെ ഏറ്റവും മാരകായുധമായ ഡ്രോണുകളുടെ നിർമ്മാണം ഇറാൻ പുനരാരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഇറാന്റെ ഡ്രോൺ ശേഷിയുടെ പകുതിയും പൂർണ്ണമായും സുരക്ഷിതമാണ്. യുദ്ധത്തിൽ തകർന്ന മിസൈൽ കേന്ദ്രങ്ങൾ, ലോഞ്ച് ഉപകരണങ്ങൾ, പ്രധാന ആയുധ നിർമ്മാണ ലൈനുകൾ എന്നിവയെല്ലാം ഇറാൻ അതിവേഗം നന്നാക്കിയെടുക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ US ഇന്റലിജൻസിന്റെ മുൻ കണക്കുകൂട്ടലുകളെല്ലാം ആകെ തെറ്റിയിരിക്കുകയാണ്. ഇറാന്റെ ആയുധശേഷി തളർത്താൻ തങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നത്. അതേസമയം വെറും 6 മാസത്തിനകം ഇറാൻ തങ്ങളുടെ ഡ്രോൺ ആക്രമണശേഷി പൂർണ്ണമായും വീണ്ടെടുക്കുമെന്നാണ് പുതിയ വിലയിരുത്തൽ. അതിനിടെ ലോകമുയർത്തുന്ന പ്രധാന ചോദ്യം എന്തെന്നാൽ എങ്ങനെയാണ് കനത്ത ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ ഇത് സാധ്യമാക്കുന്നത് എന്നതാണ്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേതെന്നത് ചൈനയുടെയും റഷ്യയുടെയും ശക്തമായ പിന്തുണയാണ്. അതായത് മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളെല്ലാം തന്നെ ചൈന ഇറാനിൽ എത്തിക്കുന്നുണ്ട്. രണ്ടാമത്തേത് US-ഉം ഇസ്രായേലും വിചാരിച്ചത്ര നാശനഷ്ടം ഇറാനിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇറാന്റെ പകുതിയോളം മിസൈൽ ലോഞ്ചറുകൾ ആക്രമണത്തെ അതിജീവിച്ചതായി മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മണ്ണടിഞ്ഞുപോയ ലോഞ്ചറുകൾ കൂടി ഇറാൻ കുഴിച്ചെടുത്തതോടെ നിലവിൽ അവരുടെ 3/2 ഭാഗം ലോഞ്ചറുകളും പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു എന്നതാണ് വസ്തുത. ചുരുക്കത്തിൽ പറഞ്ഞാൽ 0-ൽ നിന്നല്ല, ശക്തമായ അടിത്തറയിൽ നിന്നാണ് ഇറാന്റെ ഈ പുനർനിർമ്മാണം എന്നതാണ് ഇരു രാജ്യങ്ങളും മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും ഇപ്പോഴും ഇറാന്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. അതേസമയം മേഖലയിൽ സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവന സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുക തന്നെയാണ്. ഇറാനെതിരെ പുതിയൊരു ആക്രമണം നടത്തുന്നതിന് താൻ 1 മണിക്കൂർ മാത്രം അകലെയാണെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പ്രഖ്യാപനങ്ങളും വിരട്ടലും പ്രധാനപ്പെട്ട ട്രംപൻ നയങ്ങളാണല്ലോ എന്നതാണ് ലോകമുയർത്തുന്ന മറ്റൊരു ചോദ്യം.